പോർച്ചുഗലിനെ സംബന്ധിച്ച് ഇന്ന് കൊളംബിയക്കെതിരെയുള്ള മത്സരം വിജയം അനിവാര്യമായിരുന്നു. വിജയം നിർണായകമായിട്ടുള്ള മത്സരത്തിൽ തീർത്തും നിരാശ നൽകുന്ന പ്രകടനമാണ് ടീം കാഴ്ചവെച്ചത്. മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചതുകൊണ്ട് തന്നെ നിലവിൽ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ് പോർച്ചുഗൽ ഉള്ളത്. മാത്രമല്ല കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യൻസായി മാറിയിട്ടുമുണ്ട്. ഇനിയുള്ള യാത്ര പോർച്ചുഗലിനെ സംബന്ധിച്ച് കഠിനമേറിയതാകും. ഇന്നത്തെ മത്സരത്തിൽ പോർച്ചുഗൽ വിജയിച്ചിരുന്നുവെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു പാത്വേ പോർച്ചുഗലിന് ലഭിക്കുമായിരുന്നു. എന്നാൽ സമനില ആയതുകൊണ്ട് തന്നെ റൗണ്ട് ഓഫ് 32-ൽ ക്രൊയേഷ്യ എതിരാളി. റൗണ്ട് ഓഫ് 16-ൽ പോർച്ചുഗൽ എതിരാളിയായിട്ട് വരുന്നത് ഒരുപക്ഷെ സ്പെയിൻ ആയിരിക്കാം. ക്വാർട്ടർ ഫൈനലിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ USA അല്ലെങ്കിൽ ബെൽജിയം ആയിരിക്കും എതിരാളിയായിട്ട് വരിക. ഈ ഒരു പ്രകടനം വെച്ച് പോർച്ചുഗൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. അടുത്തൊരു കാര്യം, ഈ ഒരു വേൾഡ് കപ്പിൽ മിന്നും ഫോമിലാണ് ലയണൽ മെസ്സി കളിച്ചുകൊണ്ടിരിക്കുന്നത്. 39 വയസ്സുള്ള ലയണൽ മെസ്സിയാണ് വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ. ഈ ഒരു വേൾഡ് കപ്പിലാവട്ടെ ഇന്നത്തെ ഫ്രീക്ക് ഗോളോടുകൂടി 6 ഗോളുകൾ നേടി 1ാം സ്ഥാനത്താണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ച 3 മത്സരങ്ങളിലും ലയണൽ മെസ്സിക്ക് ഗോൾ നേടാൻ സാധിച്ചു. ജോർദാനെതിരെയുള്ള മത്സരത്തിൽ ലോ സെൽസോയും അതുപോലെ തന്നെ ലൗട്ടറോ മാർട്ടിനസും ഗോളുകൾ നേടിയിരുന്നു. റൗണ്ട് ഓഫ് 32-ൽ അർജന്റീനയ്ക്ക് നേരിടേണ്ടി വരുന്നത് കേപ്പ് വെർദെയാണ്. ജൂലൈ 4-ന് ഇന്ത്യൻ സമയം രാവിലെ 3:30-ക്കാണ് മത്സരം ആരംഭിക്കുന്നത്. അടുത്തൊരു വാർത്ത ബ്രസീൽ ടീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നേരത്തെ വന്നിരുന്ന വാർത്തയായിരുന്നു നോക്കൌട്ട് മത്സരങ്ങളിൽ റാഫീന മടങ്ങിയെത്തിയേക്കുമെന്നുള്ളത്. നാളെ നടക്കാനായിട്ട് പോകുന്ന ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ റാഫീന കളിച്ചേക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഗ്രേഡ് 1 ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് റാഫീനയ്ക്കുള്ളത്. റാഫീന ഇപ്പോഴും ഇഞ്ചുറിയിൽ നിന്ന് റിക്കവേർഡ് ആയിട്ടില്ല. നാളെ ജപ്പാനെതിരെയുള്ള റൗണ്ട് ഓഫ് 32-ലെ മത്സരത്തിൽ ബ്രസീൽ വിജയിക്കുകയാണെങ്കിൽ അതിനുശേഷം റൗണ്ട് ഓഫ് 16-ൽ ഒരുപക്ഷെ റാഫീന മടങ്ങി വന്നേക്കും. ഇനി അതുമല്ലെങ്കിൽ ബ്രസീൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തുകയാണെങ്കിൽ ആ ഒരു സമയം കൊണ്ടൊക്കെയായിരിക്കും റാഫീന പരിക്കിൽ നിന്നും പൂർണ്ണമായിട്ടും. എന്തായാലും നാളെ റൗണ്ട് ഓഫ് 32-ൽ ജപ്പാനെതിരെ നടക്കുന്ന മത്സരത്തിൽ റാഫീന കളിച്ചേക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.